ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് വടയുടെ റെസിപ്പിയാണ്. ഇത് അവൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വടയാണ്. അപ്പോൾ വെള്ള അവൽ അല്ലെങ്കിൽ ചുവന്ന അവൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഉഴുന്ന് അരച്ചുണ്ടാക്കുന്ന ആ ഒരു വടയുടെ ടേസ്റ്റ് അല്ല, കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് അവലുണ്ട്, ചേർത്ത് കൊടുക്കാം. റെഡ് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അവൽ അത് ചേർത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുതിർത്ത് വയ്ക്കാനാണ്. അപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്യണം. അധികം നേരമൊന്നും വെക്കണ്ട, ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് പതുക്കെ ഒന്ന് കോരിയെടുത്ത് നന്നായി പിഴിഞ്ഞെടുക്കണം. നന്നായി പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ആ പിഴിഞ്ഞു വെച്ച അവൽ ഇതിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. നല്ല കട്ടിയുള്ള തൈര് തന്നെ ചേർക്കണം. ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തൈരും ഈ അവലും കൂടിയിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം. അതിന് ശേഷം വേണം ഇനിയിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ. ഇതിപ്പോൾ 10 മിനിറ്റ് ആയി. ഈ തൈരും അവലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ മാറ്റിയിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കുകയാണ് സൗകര്യം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ചേർത്തുന്ന ഇൻഗ്രീഡിയൻസ്. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈകൊണ്ട് ഇതുപോലെ നന്നായി കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ വട കുറച്ചും കൂടി ക്രിസ്പി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ വെള്ളം ചേർത്തു. അതിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കയ്യിൽ ഒട്ടാത്ത ഒരു പരുവത്തിലാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, കയ്യിലൊന്നും ഒട്ടുന്നില്ല, കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ വട ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് എടുത്തിട്ട് നമ്മൾ വടയുടെ ഷേപ്പ് ചെയ്തെടുക്കണം. ഞാൻ ചെറിയ വടയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിൽ വട ഉണ്ടാക്കാം. ഇങ്ങനെ കൈ കൊണ്ട് ഉരുട്ടിയെടുക്കുക. ആവശ്യത്തിനുള്ള അളവിന് എടുത്തിട്ട് എന്നിട്ട് കൈ ഒന്ന് നനച്ച് കൊടുക്കുക. നനച്ചതിന് ശേഷം അതിൽ വെച്ചിട്ട് ഒന്ന് പരത്തുക. ഇനി കൈയൊന്ന് നനച്ചിട്ട് നടുവിൽ ഓട്ട കുത്തി കൊടുക്കുക. ബാക്കിയുള്ളതും ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ചെറിയ വടകളാണ് ഞാൻ ഉണ്ടാക്കണേ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള സൈസിലുള്ള വടയൊക്കെ ഇട്ട് എടുക്കാം. വട എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നിന്ന് എനിക്ക് 12 വടയാണ് കിട്ടിയത്. ഞാനിപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള വടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് വറുത്തെടുക്കാം. അപ്പോൾ പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലിട്ടിട്ട് വട വറുത്ത് പോരാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിത് ഓരോ വടയായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം ടു
ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളു വേവില്ല. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് മാറ്റും. ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചിട്ട് കൊടുക്കുക. വടയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്. ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം.